ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് LPG ഗ്യാസ് സിലിണ്ടർ. എന്നാൽ ഇന്നു മുതൽ, അതായത് ജൂലൈ 1 മുതൽ LPG സിലിണ്ടറുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന റൂളുകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഗ്യാസ് കണക്ഷൻ പൂർണ്ണമായും റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ജൂൺ 30 ഇതിനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിരുന്നത്. നിങ്ങൾക്ക് ഒരു PNG കണക്ഷനും ഒപ്പം LPG കണക്ഷനും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ KYC ചെയ്തിട്ടില്ലേ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മുഴുവനായും കാണണം. സിലിണ്ടർ ബുക്കിംഗ് കാലാവധിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വൈകാതെ തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ LPG റോഡുകളിൽ ചില പ്രധാന ഭേദഗതികൾ വരുത്തിയിരുന്നു. ഇത് പ്രകാരം നിങ്ങളുടെ വീട്ടിൽ PNG പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇന്ത്യൻ HP, ഭാരത് ഗ്യാസ് എന്നിവയിൽ ഏതെങ്കിലും LPG കണക്ഷൻ കൂടി കൈവശം വയ്ക്കുവാൻ നിയമപരമായി സാധിക്കില്ല. 30 ദിവസത്തെ സമയപരിധി ഭേദഗതി അനുസരിച്ച് PNG കണക്ഷനോടൊപ്പം LPG കൂടി ഉപയോഗിക്കുന്നവർ 30 ദിവസത്തിനകം LPG കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 2026 മാർച്ചിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയങ്ങളിൽ കർശന നിർദ്ദേശം നൽകിയിരുന്നു. PNG സൗകര്യം ലഭ്യമായ പ്രദേശങ്ങളിലുള്ള LPG ഉപഭോക്താക്കൾ 3 മാസത്തിനകം PNG കണക്ഷനിലേക്ക് മാറണമെന്നായിരുന്നു നിർദ്ദേശം. ഈ 3 മാസത്തെ സമയപരിധിയാണ് ജൂൺ 30 അവസാനിച്ചത്. നിലവിൽ വോളണ്ടിയറായി LPG കണക്ഷൻ സറണ്ടർ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ഏജൻസികൾ ഒരു പ്രത്യേക കൂപ്പൺ നൽകുന്നതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് വീണ്ടും LPG കണക്ഷൻ ആവശ്യമായി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കൂപ്പൺ ഉപയോഗിച്ച് എളുപ്പത്തിൽ പുതിയ കണക്ഷൻ സ്വന്തമാക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രദേശത്ത് PNG ലൈൻ ലഭ്യമാണ് എങ്കിൽ എത്രയും വേഗം ഈ സംവിധാനത്തിലേക്ക് മാറാൻ ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ LPG കണക്ഷൻ റദ്ദാക്കപ്പെടും. അതുപോലെ വേറൊരു കാര്യമാണ് KYC നിർബന്ധമായി ചെയ്യുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KYC നടപടിക്രമങ്ങളാണ്. വ്യാജ കണക്ഷനുകൾ തടയുന്നതിനും സബ്സിഡി കൃത്യമായി അർഹരായവരിലേക്ക് എത്തിക്കുന്നതിനുമായി എല്ലാ LPG കണക്ഷനുകൾക്കും KYC കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ജൂൺ 30 അവസാന തീയതിയാണ്. KYC പൂർത്തിയാക്കാനുള്ള സമയപരിധിയും ജൂൺ 30 ആയിരുന്നു. ഈ സമയപരിധിക്കുള്ളിൽ KYC നടപടികൾ വിജയകരമായി പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കളുടെ സർവീസ് ഡിസ്കണക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് ജൂലൈ 1 മുതൽ ഇത്തരക്കാർക്ക് പുതിയ സിലിണ്ടർ ബുക്കിങ്ങിന് തടസ്സപ്പെടാനും ഇടയുണ്ട്. നിലവിൽ ഗ്യാസ് ഏജൻസി വഴിയോ ആപ്പുകൾ വഴിയോ വിജയകരമായി KYC പൂർത്തിയാക്കിയവർ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ കണക്ഷൻ സുരക്ഷിതമാണ്. എന്നാൽ ഇതുവരെ ചെയ്യാത്തവർ എത്രയും വേഗം നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. LPG ബുക്കിംഗ് കാലയളവിലെ മാറ്റങ്ങൾ. ഇനി ഉപഭോക്താക്കൾക്ക് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയിലേക്ക് വരാം. നിലവിൽ ഒരു തവണ LPG സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബുക്കിങ്ങിനായി കൃത്യമായ ദിവസങ്ങളുടെ ഇടവേള പാലിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നിലവിലെ നിയമം നഗരപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത ബുക്കിങ്ങിനായി 25 ദിവസം കാത്തിരിക്കണം. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അത് 45 ദിവസമാണ് കാത്തിരിക്കേണ്ടത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ചില അനുകൂല മാറ്റങ്ങൾ കാരണം ഈ നിയമത്തിൽ ഇളവ് വരുവാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കം ഇപ്പോൾ സുഗമമായി നടക്കുന്നുണ്ട്. രാജ്യത്തേക്ക് ആവശ്യത്തിന് ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ ജൂലൈ 1 മുതൽ ബുക്കിംഗ് കാലയളവിനുള്ള ഈ ഇടവേളയുടെ പരിധി 25 ദിവസവും 45 ദിവസവും എന്നുള്ളത് കേന്ദ്ര സർക്കാർ കുറച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനും സാധിക്കും. സാധാരണക്കാരായ നമ്മുടെ അടുക്കള ബഡ്ജറ്റിനെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് നാം ഓർക്കേണ്ടത്. നിങ്ങളുടെ പ്രദേശത്തെ PNG കണക്ഷൻ ഉണ്ടെങ്കിൽ LPG കണക്ഷൻ ഉടൻ സറണ്ടർ ചെയ്യുക, കൂപ്പൺ കൈപ്പറ്റുക. രണ്ടാമതായി നിങ്ങളുടെ കണക്ഷന്റെ KYC പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് കാലയളവ് കുറയുന്നത് വലിയൊരു വിഭാഗം ആളുകൾക്ക് ആശ്വാസകരമാവും എന്ന് പ്രതീക്ഷിക്കുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. കാരണം പലരും
സമയപരിധി കഴിഞ്ഞ കാര്യം ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുമല്ലോ. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.